Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. ഹായ് ആൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ജീവിതത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല, നമുക്കതൊരു അനുഗ്രഹമായിരുന്നു എന്ന് തോന്നൂല. എപ്പോഴായിരുന്നു എന്നറിയാം അതൊക്കെ ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ അതിൻ്റെ അഭാവങ്ങളൊക്കെ കാണുന്ന സമയത്ത്. അതായത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കുള്ള ആരോഗ്യമുള്ള മക്കൾ എത്ര വലിയ അനുഗ്രഹമാണെന്നറിയോ, നമ്മുടെ ആരോഗ്യമുള്ള ശരീരം എത്ര വലിയ അനുഗ്രഹമാണെന്നറിയോ. അപ്പോഴേ ഇന്നും സ്കൂളുള്ളൊരു ദിവസമാണ്, നല്ല തിരക്കാണ്. യൂണിഫോം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ. കുട്ടികളാണെങ്കിൽ രാവിലെ തന്നെ തുടങ്ങും കരച്ചിലും പിടിച്ചിലും. വാട്ടർ ബോട്ടിൽ കാണാനില്ല, ഒരാൾക്ക് ലഞ്ച് ബോക്സ് കാണാനില്ല, ഒരാൾക്ക് അത് കാണാനില്ല, ഇത് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് എന്താ വിചാരിച്ചതെന്നറിയോ, ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ല, സമാധാനത്തിൽ ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചിട്ട് പണികൾ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേഗം ലഞ്ച് ബോക്സസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ ഇച്ചു ബേബി എണീറ്റ് വന്നിട്ട് മെല്ലെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചു ബേബി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കാലിൽ ഇങ്ങനെ ചിറ്റിക്കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ പണികളൊന്നും ശരിക്കും ചെയ്യാനേ വിടൂല കേട്ടോ, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ലഞ്ച് ബോക്സ് അവർക്ക് ഇഷ്ടപ്പെട്ടതും തിരിച്ച് കൊണ്ടുവരാത്തതുമായിട്ടുള്ള മില്ലറ്റ് നൂഡിൽസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സ്ലർപ്പ് ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസാണ് കേട്ടോ. നൂഡിൽസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കില്ലേ. അപ്പോൾ ഡോണ്ട് വറി, സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെഗുലർ മൈദ നൂഡിൽസ് അല്ല, ഇത് വന്നിട്ട് മില്ലറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഫോക്സ് ടെയിൽ, പിന്നെ ലിറ്റിൽ മില്ലറ്റ്, അതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. മൈദ അല്ല, അതേപോലെ ഫ്രൈ ചെയ്തതും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ്. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലോ നമ്മളിന്ന് ഉണ്ടാക്കി കൊടുക്കണത് എന്നുള്ളത് കേട്ടോ. പിച്ചി ബേബി നൂഡിൽസ് കണ്ടെന്ന് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് വന്നിട്ട് കുട്ടികൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണം, അതുകൊണ്ട് 2 പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് നൂഡിൽസും കൂടി നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് ബോയിലായി വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വെജീസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൽ വെജീസൊക്കെ ഇടുന്ന സമയത്ത് അതിൽ വെജീസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. അതായത് ചില കുട്ടികൾ കഴിക്കാതിരിക്കില്ലേ, അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സമാധാനമാണ്, ഹെൽത്തി ആയിട്ടുള്ളതും ഫില്ലിംഗ് ആയിട്ടുള്ളതും നമ്മൾ കൊടുക്കണമെന്നുള്ളത്. പിന്നെ അവർ വേസ്റ്റ് ആക്കിയിട്ട് ടിഫിൻ ബോക്സിൽ തിരിച്ച് കൊണ്ടുവരില്ല. അന്നത്തെ സംഭവം ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും. വൈകുന്നേരം വന്നാലും ചോദിക്കും, അമ്മീനി വല്ലതും ബാക്കിയുണ്ടോ രാവിലെ തന്ന നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് വെജീസായിട്ട് എടുക്കുന്നത് 3 കളർ ബെൽ പെപ്പർ ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം കേട്ടോ. 3 കളർ വേണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുത്താൽ മതി. ഞാൻ പച്ചയും മഞ്ഞയും റെഡും ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്യാപ്സിക്കം നന്നായിട്ട് വഴട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മുടെ ചിബേബി ഞാൻ പറഞ്ഞില്ലേ, കാലിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതാവുന്നവരെയും നമുക്ക് എന്തായാലും ബോറടിക്കൂല. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തെടുക്കാം കേട്ടോ. ഒരു 4 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്താൽ മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. രാവിലെ നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ.
നൂഡിൽസ് എല്ലാം ബോയിലായി വരുമ്പോഴേക്കും നമുക്കിതേ ക്യാരറ്റ് ഒന്ന് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ചീകിയെടുക്കുന്നത്. അപ്പോൾ നൂഡിൽസിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും നീളത്തിൽ കിട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. കുട്ടികൾക്ക് നമുക്ക് വെജീസ് ഇട്ടു എന്നുള്ള ആ ഒരു ഫീല് പോലും ഉണ്ടാവില്ല. ഇവിടെ പിന്നെ മക്കൾ വെജീസൊക്കെ നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ, മാറ്റി വയ്ക്കൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഞാൻ 2 പാത്രത്തിലാണ് നൂഡിൽസ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതലുണ്ട് കേട്ടോ. നൂഡിൽസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് കോൾഡ് വാട്ടർ ഇതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്റ്റിക്കി ആയിട്ട് വരെ ഒന്നുമില്ല, എല്ലാം വേർപെട്ടിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്, അതേപോലെ കുട്ടികൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു നൂഡിൽസ്. അപ്പോഴേക്കും നമ്മുടെ വെജീസ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഭംഗിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വലിയൊരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഓയിലും ഉണ്ടാക്കാം. ഇത് കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എത്ര വലിയ പാത്രം എടുത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്നാൽ നമുക്ക് നൂഡിൽസ് ഇട്ടിട്ട് ഇളക്കാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 3 കളർ ബെൽ പെപ്പറും ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടെ. ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നൂഡിൽസ് എല്ലാം സെറ്റായോ നോക്കുകയാണത് കണ്ടില്ല, ഒന്നും ഒട്ടാതെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ബെൽ പെപ്പറൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ക്യാരറ്റ് നീളത്തിൽ ചീകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള വെജീസില്ല, അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഞാനിത് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം, കുറേ നേരം വേവിക്കണം എന്നൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. നെക്സ്റ്റ് നമ്മൾ സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. പാത്രത്തിൻ്റെ ഭംഗി എനിക്കുള്ള സൈഡ്. എന്നിട്ട് ആ സ്വീറ്റ് കോൺ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലബ് ഫാമിൻ്റെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു മസാലയാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയും കൂടിയാണ്. രാവിലത്തെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും കേട്ടോ. രാവിലെ സമയം ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ എനിക്കും ക്ലാസ്സിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് പിന്നെ തീരുമാനിച്ച് ഞാൻ എന്തായാലും ക്ലാസ്സിലേക്ക് പോകണില്ല, ലീവ് എടുക്കാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഉണ്ടാവും ലീവ് എടുത്തു കഴിഞ്ഞാൽ പഠിച്ചോനെ അറ്റൻഡൻസ് കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെജീസ് എല്ലാം നന്നായിട്ട് സോട്ടായി വന്നതിന് ശേഷം നൂഡിൽസ് അതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ മസാലയും വെജീസ് എല്ലാം അതിലേക്കൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും. നമ്മൾ നോർമൽ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തിയും ആണ്, അതേപോലെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ ഇച്ചു ബേബി റെഡി ആവാനും വേണ്ടിയിട്ട് യൂണിഫോമിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. ഇന്ന് ചുച്ചുക്കുട്ടിക്കും ഹേസൂനാണ് യൂണിഫോം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇച്ചു ബേബിക്ക് യൂണിഫോം ഇല്ല കേട്ടോ, കളർ ഡ്രസ്സിലാണ് വിടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അതേ കുറച്ച് ക്യാരറ്റും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാമേ. നൂഡിൽസ് ഉണ്ടാക്കുന്ന ദിവസം മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വന്ന് അടുത്ത് വന്ന് നിൽക്കും. പിന്നെ അതുപോലെ എന്നും ലഞ്ച് ബോക്സ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെയ്സും ഒക്കെ വന്നിട്ട് ഇങ്ങനെ വന്നൊരു ചെക്കിങ് ഉണ്ട് കേട്ടോ, വന്ന് നോക്കും ഇന്നത്തെ ദിവസം എന്താണ് എന്നുള്ളത്. അപ്പോൾ അവരും ഹാപ്പി ആയിട്ട് പോകും. ഞാനിതേ ഒരു സൈഡ് നമ്മുടെ മില്ലറ്റ് നൂഡിൽസ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് അവർക്ക് സ്ലബ് ഫാമിൻ്റെ കുക്കീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്, ചോക്കോ റാഗി. ഇത് വന്നിട്ട് ഹെൽത്തിയാണ്. ഞാനെന്താ ബിസ്ക്കറ്റ് ഹെൽത്തിയാണെന്ന് പറയുന്നത് വിചാരിക്കും നിങ്ങൾ. അതായത് ഇത് ഉണ്ടാക്കിയത് റാഗിയിലും ഓട്സിലും ആണ് കേട്ടോ. നോ മൈദ, നോ പാം ഓയിൽ, ജസ്റ്റ് ക്ലീൻ ഗിൽ ഫ്രീ സ്നാക്കാണ്. പിന്നെ ഇത് കാണാനും നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളിപ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിലിതുപോലെ ഓരോ ഷേപ്സൊക്കെ ഉണ്ടാവും, പാണ്ടാൻ്റെ അതുപോലെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ 2 റാഗീൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് വന്നിട്ട് ഞാൻ ഓട്സിലുണ്ടാക്കിയ
സ്ലബ് ഫാമിൻ്റെ ഈ ഒരു കുക്കീസാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ഇനിയിപ്പോൾ ഓട്സിലാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ റാഗിയിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ചൊയൊക്കെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാനും കഴിച്ച് നോക്കി. പിന്നെ അവർക്ക് ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്നാക്ക് ടൈമിലൊക്കെ നല്ല സുഖമായിട്ട് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതാകുമ്പോൾ 2 വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നോ ഓവർ സ്നാക്കിങ്ങും അല്ല, ജസ്റ്റ് അവർക്ക് നല്ല ഹാപ്പി ആയിട്ട് കഴിക്കാനും പറ്റും. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ചെക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇന്നത്തെ എന്നുള്ളതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഹയാന് ഫസ്റ്റ് വന്നത്, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഹെയ്സ് വന്ന് മെല്ലെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇന്നത്തെ കളർഫുൾ ആയിട്ടുള്ള ടിഫിൻ ബോക്സ് ആണോ അവർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ള പോലെ ഇങ്ങനെ വന്ന് ഓരോന്ന് നോക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ സമാധാനം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇതേ ലഞ്ച് ബോക്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്നിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, ലഞ്ച് ബോക്സ് ആയോ, വാട്ടർ ബോട്ടിൽ, സ്നാക്സ് എല്ലാം ആയോ എന്നുള്ളത്. എങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. എല്ലാ ഉമ്മമാരുടെയും ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായിരിക്കും അല്ലേ, രാവിലത്തെ ഈ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാവു സമാധാനം എന്നുള്ളത് എല്ലാ ദിവസവും. അപ്പോൾ ഇതേ മെല്ലെ ഇത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബേജാറ് തുടങ്ങി. പഠിച്ചോനെ ഇന്നത്തെ ദിവസം ലീവ് ആക്കണമെന്ന് പറഞ്ഞിട്ട്. സമയം ഏകദേശമൊക്കെ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് എത്തേണ്ട സമയമാണ്. 1 അവർ ഇവിടുന്ന് യാത്ര ചെയ്യണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ എടുത്ത് നിൽക്കുമ്പോൾ ഒരു ആശ്വാസമാണ്, ഹാവു ഇന്നത്തെ അങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി മനസ്സിൻ്റെ ഉള്ളിൽ. എല്ലാം ഇറങ്ങിയാലോ, ക്ലാസ്സിലേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേ വാട്ടർ ബോട്ടിലും കൂടെ ആക്കണമായിരുന്നു. ഞാൻ എപ്പോഴും ചുടുവെള്ളമാണ് കേട്ടോ കൊടുത്തു വിടുക. കുറച്ച് ആറിയ വെള്ളവും കുറച്ച് ചുടുവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു വിടും. അപ്പോൾ അതും കൂടെ ആയപ്പോൾ ഞാനിങ്ങനെ തീരുമാനിച്ചു, ഇനി എന്തായാലും ഞാനും കൂടെ പോയാലും ഒരു പീരീഡ് അല്ലേ എനിക്ക് മിസ്സാവുള്ളൂ, ഫുൾ ഡേ ലീവ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഫുൾ ഡേ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5% അറ്റൻഡൻസ് എങ്കിലും കുറയും കേട്ടോ. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് മാർക്കും ഉണ്ടാവില്ല അതിൻ്റെ. പിന്നെ ഓവർ അറ്റൻഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പാസ്സാവാനും പറ്റില്ല കേട്ടോ. എക്സാം എഴുതാൻ പറ്റില്ല, പാസ്സാവാനല്ല. അപ്പോൾ അതേ അവനവൻ്റെ ടിഫിൻ ബോക്സുകൾ ഓരോരുത്തരായിട്ട് വന്ന് എടുത്തിട്ട് പോവാടെ. ഹെയർ സ്റ്റൈൽഡ്. അപ്പൊ ഹെയ്സിന് എന്താ ചെയ്തിരിക്കണം മുടിയില്? ഹെയർ കളർ. എവിടെ കാണിക്ക് ഹെയർ കളർ. എന്ത് കളർ അടിച്ചിരിക്കണ? സൂപ്പർ ആയിട്ടാ. സെറ്റ് അല്ലേ? തിരി നോക്കട്ടെ. ആ തിരി 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 തിരി. ഓക്കെ സെറ്റ്. ബൈ. ഞാൻ പോവാണ്. ലീവ് എടുക്കാൻ തോന്നുന്നില്ല. എന്ത് ആത്മാർത്ഥത അങ്ങോട്ട് കൂടിപ്പോയിട്ട് വേഗം പോയി റെഡിയായി വന്ന് നോക്കുമ്പോഴുണ്ട് അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. ആകെ 5 ലഞ്ച് ബോക്സ് മാത്രമേ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് ചെറിയ ടിഫിൻ ബോക്സാണ് ഞാൻ സാധാരണ കൊണ്ടുപോകാറുള്ളത്. അത് നോക്കിയ സമയത്ത് കിട്ടിയതുമില്ല. പിന്നെ സ്നാക്സ് ബോക്സ് കിട്ടി. നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഈ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും എല്ലാം. അങ്ങനെ സ്നാക്സ് ബോക്സ് അത്യാവശ്യം വലുതാണ്, അത് വേണമെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ അതിൽ ആക്കിയിട്ട് ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമായിരിക്കും, ഓട്ടവും ചാട്ടവും എന്ന് പറഞ്ഞ പോലെ ഒക്കെ കാണുന്നത്. കുറച്ച് നമ്മുടെ കുക്കീസും കൂടെ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ പോയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ചോ, നിങ്ങൾക്കും ഇഷ്ടമാവും. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. പിന്നെ അപ്പോഴേക്കും ഞാൻ ഓരോ സാധനങ്ങൾ കാണാതെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പ്രതീക്ഷിക്കാതെയുള്ള പോക്കായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും റെഡിയാക്കി വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞതും ഇറങ്ങിയപ്പോഴാണ് മഴ, കുട കാണാനില്ല. അപ്പോൾ വീണ്ടും തിരിച്ചു പോയിട്ട് കുട എടുക്കാനും വേണ്ടിയിട്ടുള്ള അടുത്ത ഓട്ടപ്പാച്ചിലാണ് ഈ കാണുന്നത്. അങ്ങനെ ഭാഗ്യത്തിന് തലേ ദിവസം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട എവിടെയെന്നുള്ളത്, അതുകൊണ്ട് അതും കിട്ടി. അങ്ങനെ ഇതേ നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ ഈ ഓടുന്ന സമയത്ത് വിചാരിക്കട്ടെ ഇവിടെ നല്ല വഴുക്കലാണ്, ഇടുപ്പും കുത്തി വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതേ അങ്ങനെ ലാസ്റ്റ് ക്ലിപ്പ് എടുത്ത് ഫോണും വാങ്ങിയിട്ട് ഓടിയതാണ്. കുട്ടികളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ചുച്ചുക്കുട്ടി അമ്മൻ്റെ അവിടെയാണ്. അവിടെ നിന്ന് ചുച്ചുക്കുട്ടീനെ വിളിച്ച് അവൾ ഹെയർ സ്റ്റൈൽ ഡേ ആണ് നോക്കമ്മി എന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു തന്നു. ഫസ്റ്റ് എന്നെയാണ് ഇറക്കി വിടാനായിട്ട് പോകുന്നത് ബസ് സ്റ്റോപ്പിൽ. ഞാൻ ഇറങ്ങി അങ്ങനെ വേഗം ബസ്സിൽ ഓടിപ്പാഞ്ഞ് കയറി
കോളേജിലെത്തി. ഇപ്പം എത്തിയിട്ടില്ല, ഇത് ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. അവർ ബാക്കി ഹയാനെയും കുട്ടികളെയും വിടാനായിട്ട് പോവാണ് കേട്ടോ. ഞാനിത് ഈ ബസ് കയറിയിട്ടുണ്ട്. പിന്നെ കോളേജിൽ പോയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് തോന്നാറില്ല അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ കോളേജിൽ ഞാൻ പോകണം കണ്ടിട്ട് ആരും വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ചേരുമൊന്നും വേണ്ട. എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ് ഗൈസ്. ബാക്കി ഇതേ സ്കൂൾ വിട്ട് വന്ന് അവരിങ്ങനെ ടിഫിൻ ബോക്സ് കാണിച്ചു തരാൻ കേട്ടോ. ഒരു ചെറിയ കഷ്ണം പോലും ബാലൻസ് ഇല്ല, ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. പിന്നെ എനിക്ക് എന്താണെന്നറിയോ, ഇത് ഭയങ്കരമായിട്ട് സ്ലഫ് ഫാമിൻ്റെ ഈ ഒരു ഐറ്റംസ് ഇഷ്ടം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റിയാണ്. അതുപോലെ അവർ നന്നായിട്ട് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. മൈദയില്ല, പാം ഓയിലില്ല, പിന്നെ റിയൽ മില്ലറ്റ്സ് വെച്ച് ഉണ്ടാക്കിയതുമാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഉണ്ടാക്കിയത് 2 moms ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ആ ഒരു സ്ട്രഗ്ലിങ്സ് നന്നായിട്ട് മനസ്സിലാവും. അതിനനുസരിച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സംഭവം വാങ്ങണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ SILU15 എന്നുള്ളത് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ക്ലാസ്സും പിന്നെ അതുപോലെ മക്കളുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമുക്ക് വേറെ പണികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. സാധാരണ നമ്മൾ കോളേജിലൊന്നും പോയില്ലെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ മക്കളെല്ലാവരും വന്ന് ഒരു 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് പോകട്ടെ. അപ്പോൾ എനിക്കൊരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ എത്ര തന്നെ ഡ്രസ്സുകളുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ഡ്രസ്സുള്ള പോലെ തോന്നും കേട്ടോ. പക്ഷേ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വളരുന്നല്ലേ, ഒന്നും ചിലപ്പോൾ പാകം ഉണ്ടാവില്ല, ഒന്നും പുറത്തേക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ പോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ശരി, ഏതായാലും കുട്ടികൾക്കും സാധാരണ ഇടുന്ന പോലെ ഞാൻ അങ്ങനെ ഒരുപാട് വിലയുള്ള അങ്ങനെ സംഭവങ്ങളൊന്നും എടുക്കില്ല. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കുക. അങ്ങനെ കുട്ടികളെ കുറേ ദിവസമായിട്ടോ നമ്മളൊന്ന് ഔട്ടിങ്ങൊക്കെ കൊണ്ടുപോയിട്ട്, അപ്പോൾ എല്ലാവരും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുക്കും കേട്ടോ. അപ്പം മാത്രമേ കിട്ടുള്ളൂ. നല്ല പാടാണ് ഇവരെ ഫോട്ടോ എടുക്കാനൊക്കെ. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് എല്ലാവർക്കും ഓരോ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതായിരിക്കും. ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് ഇപ്പം നോർമലി ആദ്യത്തെ പോലെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക, ലൈക്കും ചെയ്യാം. അപ്പോൾ ടാറ്റാ, അസ്സലാമു അലൈക്കും.